മാറ്റങ്ങളെല്ലാം തന്നെ ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത ചില എക്സ്പീരിയൻസിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം. ഓരോ ദിവസം ചെല്ലുന്തോറും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിവ് അത് എത്ര വലുതായാലും അത് എത്ര ഡീറ്റെയിൽ ആയി ലഭിച്ചാലും അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. തീർച്ചയായും തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ വരുന്ന 30 മിനിറ്റ് ഈ പ്രസന്റേഷനിലേക്ക് 100% ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാം ചെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ്. ലോകത്ത് ഒരുപാട് വളർച്ചാ നിരക്കുകൾ കാണിച്ച ഒരുപാട് സാധ്യതകളുള്ള ഒരു ഡെഫി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് മാർക്കറ്റിൽ ഓപ്പൺ ആകുന്നത് 2024 മാർച്ച് 20-നാണ്. 2024 മാർച്ച് 21 മുതൽ ഇതിൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് മുതൽ ഇന്ന് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷനും ഏതൊരാൾക്കും ചെക്ക് ചെയ്യാവുന്ന രൂപത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സിസ്റ്റം വച്ചിട്ടുണ്ട്. അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു സാധ്യത ഒന്നും തന്നെയാണ്. മാത്രമല്ല ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ് എൻക്രിപ്റ്റഡ് മോഡിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് അത് റെഡിയാക്കി തന്നു എന്നുള്ളതാണ്. www.chetherocean.com എന്ന വെബ്സൈറ്റ് ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ടോക്കൺ പോക്കറ്റോ ഉപയോഗിച്ച് ഓപ്പൺ ആക്കിയാൽ ഇതിന്റെ ഓപ്പറേഷൻസ് ലെവലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ചെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ അത് 100% ഡീസെൻട്രലൈസ് സിസ്റ്റമാണ്. ഇവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയും, ഇവിടെ സപ്ലൈ മാനേജ്മെന്റും ലിക്വിഡിറ്റി മാനേജ്മെന്റും എല്ലാം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ ടൈം ബൈസ് ആൻഡ് സെൽ പ്രോസസ് ആണ് ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രത്യേകത. റിയൽ ടൈം ബൈ പ്രോസസ് നമുക്ക് മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമിലും സംഭവിക്കാറുണ്ട്. പക്ഷെ റിയൽ ടൈം സെൽ പ്രോസസ് നമുക്ക് പരിചയമുള്ള 99.91% സംഭവിക്കാറില്ല. സെൽ നടക്കുന്ന പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കടമ്പകൾ വയ്ക്കുന്ന രൂപത്തിലാണ് പല സിസ്റ്റങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനൊരു കാരണം ആ സിസ്റ്റത്തിന് സഫീഷ്യന്റ് ആയിട്ട് ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന ഭയം ആ സിസ്റ്റത്തിൽ ഉണ്ടാകാം. അതിന്റെ പ്രിക്വേഷൻ ആയിട്ടാണ് വിഡ്രോ പ്രോസസ് അല്ലെങ്കിൽ സെൽ പ്രോസസ് കൂടുതൽ ടഫ് പ്രോസസ് ആയിട്ട് എപ്പോഴും വയ്ക്കുന്നത്. എന്നാൽ സിസ്റ്റത്തിലെ അഫിലിയേറ്റ് പേ ഔട്ട്, ഈ സിസ്റ്റത്തിന്റെ മനോഹാരിത മനസ്സിലാക്കി പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യുന്നവർക്കുള്ള കമ്മീഷൻ, ആ കമ്മീഷൻ ഈ സിസ്റ്റം കൊടുക്കുന്നത് അതും റിയൽ ടൈം ആണ്. അത് USDT ആയിട്ട് കൊടുക്കും. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. ഒരു ദിവസം എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഇല്ല. സോ ചെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ 3 സൊല്യൂഷനിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. സാധ്യതകളുടെ പുറകെയാണ് നമ്മൾ എല്ലാവരും പോവുക. ഈ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക, ഇതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിന്റെ കീ ഫീച്ചേഴ്സ്, ഒന്ന് BP20 USDT ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. 2, ഇന്നോവേറ്റീവ് ആൻഡ് ലിക്വിഡിറ്റി പോളിസി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ വരുന്ന ഡിജിറ്റൽ അസറ്റുകൾ അതിന്റെ വില എത്രയായിക്കൊള്ളട്ടെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ല് ചെയ്യാവുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു യൂണിറ്റ്സ് സെല്ല് ചെയ്യാനുള്ള പെർമിഷനും സിസ്റ്റം കൊടുക്കുമ്പോൾ അവർ സെല്ല് ചെയ്താൽ ഏത് സെല്ല് പ്രൈസിൽ കൊടുത്തോ അതിനുള്ള പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ആ സിസ്റ്റത്തിൽ ഉണ്ടാകണം. അതിന് പറ്റുന്ന രൂപത്തിൽ ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പോളിസി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു സെക്യൂർ ട്രാൻസാക്ഷൻ ആണ്, ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ ആണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഓരോ മൂവ്മെന്റും കമ്മ്യൂണിറ്റി സെൻട്രിക് ആണ്. ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി എത്ര ആവേശത്തോടു കൂടി ഇത് ഏറ്റെടുക്കുന്നുണ്ടോ അത്രയും സ്പീഡിൽ ഇത് ഗ്രോ ചെയ്യുന്നുണ്ടാകും. ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി എത്ര സ്ലോ ആയിട്ടാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത്രയും സ്ലോ ആയിട്ട് ഇത് റൺ ചെയ്യും. പക്ഷെ ഒരാൾക്കും നഷ്ടം വരില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം. ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ഈ സിസ്റ്റത്തിൽ ഒരു ബൈ നടന്നാലും ഒരു സെല്ല് നടന്നാലും വില കയറിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്കൊരു കണ്ണ്
ഒന്ന് സൂക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയുണ്ടല്ലേ. പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ബൈ നടക്കുമ്പോൾ വില കൂടും, സെല്ല് നടക്കുമ്പോൾ വില കൂടും. അതെങ്ങനെയാ? ഇതാണ് സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം അത് റെഡ് പൂൾ അല്ലേ, ഒരു മാനിപ്പുലേഷൻ അല്ലേ, വില കൂടുന്നത് പോലെയൊക്കെ കാണിച്ചു കുറച്ച് കഴിയുമ്പോൾ ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കാനുള്ള ശ്രമമല്ലേ? അല്ല, ഇവിടെ കൃത്യമായിട്ട് സയൻസ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം തുടങ്ങുന്ന സമയത്ത് പ്രീ മൈൻഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റത്തിന്റെ ഓരോ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. ഇനി ഒരാളുടെ കയ്യിലുള്ള യൂണിറ്റുകൾ അത് എപ്പോഴെങ്കിലും അദ്ദേഹം സെല്ല് ചെയ്യാൻ പോയാൽ അപ്പൊ തന്നെ സിസ്റ്റം ബേൺ ചെയ്ത് കളയും. സോ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സ് ഈ സിസ്റ്റത്തിന്റെ ബൈ സെൽ അപ്രീസിയേഷന് കാരണമായി തീരുന്നു എന്നർത്ഥം. ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ 20 USDT ഉണ്ടെങ്കിൽ സാധിക്കും. അത് 21, 25, 30, 50, 100, 200, 300, 400, 500, 1000 വരെയുള്ള ഏത് എമൗണ്ടും ഒരു സിംഗിൾ പർച്ചേസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആരോ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, എന്തായിരുന്നു റൈസ് ഹാൻഡ് ചെയ്യാൻ കാരണം? HI റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാമോ? എന്റെ ശബ്ദം കേൾക്കാലോ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാമോ? എന്റെ ശബ്ദം കേൾക്കാമോ? റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സംശയം വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ $1000 വരെയുള്ള ഏത് എമൗണ്ടും ഇതിന്റെ ഒരു സിംഗിൾ പർച്ചേസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത് ബൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് 35% യൂണിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സിസ്റ്റം തരും. ആ 35% വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. എന്നാൽ അത് ഹോൾഡ് ചെയ്താൽ ഈ സിസ്റ്റം നടക്കുന്ന ബൈ സെൽ ട്രാൻസാക്ഷൻ അനുസരിച്ച് അതിന്റെ വില കയറിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും താഴെ പോകില്ല. ഒരു ചോദ്യം അവിടെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പൈസ മുടക്കുന്നു $100, 35% കോയിൻസ് എന്ന് പറയുമ്പോൾ അതിന് $35 വിലയേ ഉള്ളൂ, അപ്പൊ നഷ്ടമല്ലേ? വേറൊരു സിസ്റ്റത്തിൽ അങ്ങനെയല്ലല്ലോ. $100 മുടക്കിയാൽ $100 യൂണിറ്റ്സ് കിട്ടുമല്ലോ. യെസ്, പല സിസ്റ്റങ്ങളും അങ്ങനെയാണ്. പക്ഷെ അവിടെ 100% യൂണിറ്റ്സ് കിട്ടിയാൽ അത് സെല് ചെയ്യാൻ പറ്റൂ? അത് പറ്റില്ല. ഇനി സെല് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് എക്സ്ചേഞ്ചുകളെല്ലാം ബിറ്റ്കോയിനോ മറ്റോ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് 100% കിട്ടും. പക്ഷെ അതിന് വില കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, വില കുറഞ്ഞ് ലിക്വിഡൈസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ 35% അത് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. എന്നാൽ അത് ഹോൾഡ് ചെയ്താൽ വില കയറുകയല്ലാതെ ഒരിക്കലും കുറയില്ല. സോ 35-ൽ നിന്നാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ സിസ്റ്റങ്ങളിൽ ആ 100%-ലേക്ക് എത്താൻ, ആ 100%-ൽ നിന്ന് ഗ്രോ ചെയ്ത് വരാൻ കുറേ സമയങ്ങൾ എടുക്കും. ഒരുപക്ഷെ ഒരു സിസ്റ്റം പറയുന്നു നിങ്ങൾ പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% യൂണിറ്റ്സ് കിട്ടും, ഡെയിലി അത് 1% വെച്ച് തരും, അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ 1% വെച്ച് 35%-ൽ എത്രയെങ്കിൽ 35 വർക്കിംഗ് ഡേ വേണം. 35 വർക്കിംഗ് ഡേ എന്നൊക്കെ പറയുമ്പോൾ സമയം നീണ്ടുപോയിട്ടോ, 35 ദിവസം പോരാ. എന്നാൽ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് അടുത്ത മൊമെന്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ബേസ് അതിന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ദിവസം 1000 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 1000 പ്രാവശ്യം വില കൂടിയെന്നർത്ഥം. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 10,000 ട്രാൻസാക്ഷൻ ആണ് സിസ്റ്റം നടന്നതെങ്കിൽ 10,000 പ്രാവശ്യമായി യൂണിറ്റ് വില കയറിയെന്നർത്ഥം. അത്രയും വലിയ പോസിബിലിറ്റി ഈ സിസ്റ്റത്തിൽ ഉണ്ട്. വീണ്ടും ഈ സിസ്റ്റം നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഈ ബൈ പ്രോസസ്സും സെൽ പ്രോസസ്സും വില കൂടുന്നത്? അതിന്റെ കാരണം ബ്ലോക്ക് ചെയിനിൽ ഇൻബൈറ്റ് ചെയ്തിരിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ആണ്. നമ്മളൊരു പൈസ കൊണ്ട് വാങ്ങുമ്പോൾ അതിൽ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യും, ഈ സിസ്റ്റത്തിന്റെ ട്രഷറിയിലേക്ക് ആഡ് ചെയ്ത് വെക്കും. അത് Web20 ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാണാവുന്ന ഒരു വാലറ്റ് ആണ്. അത് എൻക്രിപ്റ്റഡ് മോഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും ട്രാൻസ്പെറന്റ് ആയിട്ട് സിസ്റ്റം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പകരം 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി 48% അതിൽ 5% ഉപയോഗിച്ച് സിസ്റ്റം മെയിൻ്റെനൻസ് നടത്തും.
ബാക്കി 43% അത് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്, അഫിലിയേറ്റ് പേ ഔട്ട് ആണ്. സോ സിമ്പിൾ ലോജിക് ആണ് ബൈ നടക്കുന്ന പ്രോസസ്സിൽ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ചിന്തിക്കാത്ത ഒരു ലോജിക്, ഇതുവരെ മാർക്കറ്റിൽ ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ലോജിക്, ആ ലോജിക് ഈ സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇനഫ് ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ എപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പൊ ഏകദേശം 67,000 USDT ഇപ്പൊ ലിക്വിഡിറ്റിയിലുണ്ട്. എന്നാൽ സിസ്റ്റം തുടങ്ങുമ്പോൾ 0 ലിക്വിഡിറ്റി തുടങ്ങിയതാണ്. അപ്പൊ 0-ൽ നിന്നും 67,000-ലേക്ക് എങ്ങനെ എത്തി? ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഇവിടെ സോൾഡ് ചെയ്യപ്പെടുമ്പോൾ ഒരാൾ വാങ്ങിയ യൂണിറ്റ്സ് കുറച്ച് കഴിയുമ്പോൾ സെല്ല് ചെയ്യും, അല്ലെ? അങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് 100% ബേൺ ചെയ്യും. ആ സമയത്ത് സെല്ലിംഗ് പ്രൈസിൽ പേയ്മെന്റ് കൊടുക്കുന്ന എത്ര എമൗണ്ട് ആണോ അതിന്റെ 90% ഇൻസ്റ്റന്റ് ആയിട്ട് ലിക്വിഡിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ വാങ്ങുന്ന സമയത്ത് 35% യൂണിറ്റ്സ് പകരം 52% ഫണ്ട്, 17% എക്സ്ട്രാ ഫണ്ട് ലിക്വിഡിറ്റിയിലുണ്ട്. വിൽക്കുന്ന സമയത്ത് 100% ബേണിംഗ്, 90% പേ ഔട്ട്. സോ ഒരു 10% ഫണ്ട് എക്സ്ട്രാ ലിക്വിഡിറ്റിയിലുണ്ട്. ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് കാരണമാണ് ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടാൻ കാരണം. ഒരു ടേബിൾ നോക്കി, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ലോഞ്ചിങ് എല്ലാം 0, ഒരു ബൈ പ്രൈസ് മാത്രമുണ്ട് $0.01. ഫസ്റ്റ് ട്രാൻസാക്ഷൻ $100 നടക്കുമ്പോൾ $52 ലിക്വിഡിറ്റിയിലേക്ക് വെച്ചു. കാരണം സിസ്റ്റം 52% ലിക്വിഡിറ്റിയിൽ വെക്കുമെന്നാണ്. 3,500 യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. കാരണം $100 35%, $35. $35 ആ സമയത്ത് ബൈ പ്രൈസ് ആയ 0.01 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3,500 കിട്ടി. അപ്പൊ ലിക്വിഡിറ്റി വന്നു, കോയിന്റെ എണ്ണം വന്നു. ഇനി സിസ്റ്റം ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ ലിക്വിഡിറ്റിനെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ട് പുതിയൊരു ബൈ പ്രൈസ് കണ്ടെത്തും. അപ്പൊ 52-നെ 3,500 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് കിട്ടും 0.01485. അതാണ് പുതിയ ബൈ പ്രൈസ്. അപ്പൊ ഒരു ബൈ പ്രൈസ് വരുന്നത് വെറുതെ വരുന്നതല്ല, അതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. ഇതുവരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്ന സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ പല യൂട്ടിലിറ്റി എന്നോ പല ഡിമാൻഡ് ക്രിയേഷൻ എന്നോ പല രൂപത്തിലുള്ള സ്റ്റോറികൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ ടെതർ ഓഷ്യൻ ഗുഡ സെഗ്മെന്റിൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ പറയാം. ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ, ദാറ്റ് ഇസ് എ ബൈ പ്രൈസ്. ഒരു ബൈ പ്രൈസ് വന്നാൽ അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസിന് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആക്കും. നോക്കൂ, ആ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോ $67,943 ലിക്വിഡിറ്റിയിൽ ബാക്കിയുള്ളത്. യൂണിറ്റ്സ് എടുത്ത 2,82,555.0254 യൂണിറ്റ്സും ഉണ്ട്. അതുവഴി 0.240462 എന്ന പ്രൈസിലേക്ക് എത്തി. 0.01-ൽ നിന്ന് 0.240462, 2,305% ഗ്രോത്ത്. ചെറിയ കാര്യമല്ല അല്ലെ? 2,305% ഗ്രോത്ത്. അതിന് 2,304 ഒരിക്കലും കുറയില്ല. അതാണ് സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി വരാൻ പോകുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ കുറെ ഡെവലപ്മെന്റുകൾ വരാനുണ്ട്. ഇപ്പൊ നടക്കുന്ന പ്രോസസ്സിലൂടെ വന്ന ഗ്രോത്ത് ആണ് ഇപ്പൊ കണ്ടത്, 2,305% ഗ്രോത്ത്. ഇനി ആ ഗ്രോത്ത് റേറ്റിന്റെ സ്പീഡ് കൂടാൻ പോവുകയാണ്. അതിന് കാരണം ഈ സിസ്റ്റത്തിൽ ഈ മാസം 17, 18, 19, 20, 21 ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതിന്റെ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് നമ്മുടെ കയ്യിലേക്ക് ഓപ്പൺ ആയി കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ ലിക്വിഡിറ്റിയൊക്കെ ഫണ്ട് ചെയ്യുന്ന 3 സോഴ്സുകൾ വരും. ഒന്ന് ഇപ്പൊ കാണുന്ന ബൈ സെൽ പ്രോസസ്. 2 ഇതിന്റെ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോം, അതുവഴി നടത്തുന്ന ടേൺ ഓവറിന്റെ 20% ഫണ്ട് കയറുന്ന പ്രോസസ്. 3 ആ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന യൂണിറ്റുകൾ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. അതിലൂടെ സർവീസ് ചാർജിനത്തിൽ കിട്ടുന്ന ഫണ്ടിന്റെ 20%. ഇങ്ങനെ 3 തരത്തിൽ ഇൻകം കയറാനുള്ള പോസിബിലിറ്റി സിസ്റ്റത്തിലുണ്ട്. അങ്ങനെ വരാൻ തുടങ്ങിയാൽ ഇപ്പോ 0.24-ൽ എത്തി നിൽക്കുന്നത് 0.25-ഉം 0.26 ഒക്കെ എത്താൻ നിസ്സാര സമയം മതിയാകും. ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് 28/2/2025, അതായത് ഈ ഫെബ്രുവരി 28 എടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപ്രകാരം 0.238259 ആണ് അന്നത്തെ പ്രൈസ്. ഫസ്റ്റ് കസ്റ്റമർ 3,500 യൂണിറ്റ് കിട്ടിയ കസ്റ്റമർ അന്ന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 833.812 USDT ആയിരുന്നു. ഇന്ന് ഞാൻ എടുത്ത സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ ഞാൻ വിട്ടുപോയി.
ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് 0.240462. അത് പ്രകാരം 841.61 USDT കിട്ടും. നോക്കൂ, എത്ര ദിവസമായി? വെറും 10 ദിവസം. എത്ര USDT ഹൈക്ക് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. 833 നിന്ന് 841. $8 കൂടിയത്. $8. എങ്ങനെയാണ് സംഭവിച്ചത്? ഈ 10 ദിവസം കൊണ്ട് ഈ സിസ്റ്റത്തിൽ എത്ര ബൈ നടന്നു, എത്ര സെൽ നടന്നു, അതിനെ ബേസ് ചെയ്തുള്ള ഹൈക്കാണ് കിട്ടുന്നത്. ഇനി വരാൻ പോകുന്ന സമയത്ത് വലിയ മാറ്റം സംഭവിക്കും. അതിനു മുമ്പ് ഈ സിസ്റ്റം ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിലും ഗ്രോ ചെയ്യുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് കാരണം ഈ സിസ്റ്റത്തിലുള്ള കോയിൻ സെല്ല് ലിമിറ്റും ടീം ഇൻകം ലിമിറ്റുമാണ്. എന്താണ് കോയിൻ സെല്ല് ലിമിറ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. 841.617 ഉണ്ട്. ഇന്ന് 3500 യൂണിറ്റ്സ് കൈവശമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് അത് സെല്ല് ചെയ്യണം. അദ്ദേഹത്തിന് സിസ്റ്റത്തിന്റെ കണ്ടീഷൻ പ്രകാരം $200 സെല്ല് ചെയ്യാം. ഇപ്പൊ 841 നിന്ന് $200 സെല്ല് ചെയ്തു. അപ്പൊ 3500 അത്ര യൂണിറ്റ് കുറഞ്ഞു. സിസ്റ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് $150 അദ്ദേഹത്തിന്റെ വാലറ്റിൽ കൊടുക്കും. ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. കണ്ടോ, ഒരു ആക്ടിവിറ്റിയിൽ 3 കാര്യം സംഭവിച്ചു. കോയിന്റെ എണ്ണം കുറഞ്ഞു, അദ്ദേഹത്തിന് $180 ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി, ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. ബാക്കി എത്രയുണ്ട്? $641 വിൽക്കാനുണ്ട്. അത് വിൽക്കണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. ഇൻക്രീസ് യുവർ ലിമിറ്റ് ബൈ ബൈയിങ് ന്യൂ കോയിൻസ്. സിസ്റ്റം പറയുന്ന കണ്ടീഷൻ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ $150 ഓൾറെഡി വാലറ്റിലുണ്ട്. അതിൽ $100 കൊണ്ട് ബൈ ചെയ്യുന്നു. കണക്കൂട്ട് എളുപ്പത്തിന് എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. $100 കൊണ്ട് ബൈ ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും. അദ്ദേഹത്തിന് $35 വിലയുള്ള യൂണിറ്റ്സ് വീണ്ടും കിട്ടും. അപ്പൊ ടോട്ടൽ 641 പ്ലസ് 35 $676 യൂണിറ്റ്സ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് $200 വിൽക്കാനുള്ള പെർമിഷൻ ഓപ്പൺ ആയി. അദ്ദേഹം വിറ്റു. സോ യൂണിറ്റിന്റെ എണ്ണം വീണ്ടും കുറഞ്ഞു. അദ്ദേഹത്തിന് $180 ലിക്വിഡിറ്റി കിട്ടി, ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. കണ്ടോ, ഒരാൾ അയാളുടെ ലാഭം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലീഡർ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ഈ സിസ്റ്റത്തെ ഏറ്റെടുത്ത് മാർക്കറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വരുമാനം വാങ്ങാൻ തുടങ്ങി. വരുമാനം വിഡ്രോ ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പാക്കേജിന്റെ 3 ഇരട്ടി. അപ്പൊ $20 സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് $60 വിഡ്രോ ചെയ്യാം. വീണ്ടും $20 ബൈ ചെയ്തു, വീണ്ടും $60 വിഡ്രോ ചെയ്യാം. വീണ്ടും $40 ബൈ ചെയ്യുന്നു, $120 വിഡ്രോ ചെയ്യാം. വീണ്ടും $100 ബൈ ചെയ്യുന്നു, $300 വിഡ്രോ ചെയ്യാം. വീണ്ടും $1000 ബൈ ചെയ്യുന്നു, $3000 വിഡ്രോ ചെയ്യാം. വീണ്ടും $100 ബൈ ചെയ്യുന്നു, $300 വിഡ്രോ ചെയ്യാം. എത്ര റീബൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചോ അതിന്റെ 3 ഇരട്ടിയായിട്ട് വിഡ്രോ ചെയ്യാം. സിസ്റ്റത്തിന് കണ്ടീഷൻ ഒന്നുമില്ല. സാധാരണ ടോപ്പ് അല്ലെങ്കിൽ റീ ടോപ്പ് എന്നൊക്കെ പറയുന്നത് ഏതാണോ ചെയ്തത് അത് തന്നെ വീണ്ടും ചെയ്യണമെന്ന് പറയാം. ഇവിടെ അങ്ങനെ കണ്ടീഷൻ ഇല്ല. നമ്മുടെ ചോയ്സ് ആണ്. 20 മുതൽ 1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ടും ടോപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇവിടെ ഒരു പാസീവ് ഇൻകം സോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് വിർച്വൽ കോയിൻ അപ്രിസിയേഷൻ ആണ്. നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 3500 യൂണിറ്റ് $100 വാങ്ങിയ ഒരാൾക്ക് ഇന്ന് $841 എന്ന് പറഞ്ഞാൽ 8 മടങ്ങ് ഗ്രോത്ത് ആയി 11 മാസം കൊണ്ട്. അതുപോലുള്ള വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ ആണ് ഫസ്റ്റ് പാസീവ് ഇൻകം. ഒരു ആക്ടിവിറ്റി ഇല്ല, ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു സൂം അറ്റൻഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അപ്രീസിയേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. 2, ചെയ്യുന്ന സമയത്ത് 100, 500, 1000 ഈ 3 എമൗണ്ട് ചെയ്താൽ അവർ പ്രിവിലേജ് കസ്റ്റമർ ഉള്ള ആളാണ്. എന്താണ് പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ അവർക്ക് ഡെയിലി ടേൺ ഓവറിന്റെ 4% ഫണ്ട് ഉപയോഗിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം കൊടുക്കും. അത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊടുക്കുന്നത് വരെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഒരു ID രജിസ്റ്റർ ചെയ്താൽ 100, 500, 1000 $1600 ചെയ്ത ഒരാളുണ്ടെങ്കിൽ $1600 തിരിച്ചു കിട്ടുന്നത് വരെയും ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30ക്കാണ് റിലീസ് ആവുന്നത്. അത് USDT ആയിട്ടാണ് വരുന്നത്. അതിന് കമ്മീഷൻസ് ഒന്നും തന്നെ ഇല്ല താനും. അപ്പൊ 2 ഇൻകം ഓപ്പർച്യൂണിറ്റി പാസീവ് ഇൻകം സോഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഒന്ന് വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ. അപ്പൊ $1600 മുതൽ മുടക്കിയ ഒരാൾ അദ്ദേഹത്തിന് 35% വരെയുള്ള യൂണിറ്റ്സ് കിട്ടി. $560 ആണ് അതിന്റെ വാല്യൂ. അത് ഗ്രോ ചെയ്ത് 2x ലിമിറ്റിൽ വിൽക്കാം എന്നാണ് പറയുന്നത്. $3200 വിൽക്കാം. അപ്പോ 10% $320 കുറഞ്ഞ് $2880 അദ്ദേഹം തിരിച്ചു കിട്ടും. ഒപ്പം ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകത്തിലൂടെ $1600 അതും കിട്ടും. അപ്പൊ 2880ഉം 1600ഉം $4480 പാസീവ് ഇൻകത്തിലൂടെ മാത്രം ഒരു $1600 മുതൽ മുടക്കുന്ന ഒരാൾക്ക് തിരിച്ചു കിട്ടുമെന്നർത്ഥം. നല്ല ഇൻകം ആണല്ലേ? എന്നാൽ
ഈ സിസ്റ്റത്തെ ഒന്ന് ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിലോ, ഇതിന്റെ സാധ്യതയെക്കുറിച്ച്, ഇതിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച്, ഗുഡ സെഗ്മെന്റിനെ കുറിച്ച്. കാരണം ഇതുവരെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും, ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചും, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ കുറിച്ചും, കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ചർച്ച വരാൻ പോവുകയാണ് ഗുഡ മാർക്കറ്റിനെ കുറിച്ച്, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിനെ കുറിച്ച്. ഈ സെഗ്മെന്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, ഇതിന്റെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, സിസ്റ്റം 43% അഫിലിയേറ്റ് പേ ഔട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4% ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് വെച്ചത്. ബാക്കി 39% ഉണ്ട്. അതിൽ 23% ആദ്യത്തെ 10 ലെവലിലേക്ക് സിസ്റ്റം ഇൻകം ആയിട്ട് തരികയാണ്. ഒരു ക്രൈറ്റീരിയയും ഇല്ല ആദ്യത്തെ 2 ലെവൽ ഇൻകം കിട്ടാൻ. 10%, 3% ആദ്യത്തെ 2 ലെവലിൽ. 3, 4, 5 2% വീതമുണ്ട്. അതിന് കണ്ടീഷൻ ഉണ്ട്. $50 നമുക്ക് മിനിമം പാക്കേജ് ഉണ്ടാകണം. 5 ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടാകണം. $250 ബിസിനസ് വോളിയം ഉണ്ടാകണം. 6, 7, 8, 9, 10 ഈ ലെവലിലൊക്കെ ഇൻകം കിട്ടാൻ സിസ്റ്റം പറയുന്നത് $100 ഐഡിയ ഉണ്ടാകണം, 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാകണം, $500 ബിസിനസ് ഉണ്ടാകണം. അപ്പൊ 5 ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും 5 ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 ചെയ്താൽ മതി. ഇവിടെ 6, 7, 8 1%, 9, 10 0.5% നമുക്ക് ഇൻകം ഉണ്ട്. അത് കൂടാതെയാണ് ഇൻഫിനിറ്റ് ലെവൽ ഇൻകത്തിലേക്ക് റാങ്ക് ബോണസ് വെച്ചിരിക്കുന്നത്. 16% വരെ ഉണ്ട്. റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഓരോ ലെവലിലെയും ഇൻകം ആ റാങ്ക് ബോണസിന്റെ കൂടെ കൂടും. അതായത് സിൽവർ റാങ്ക് എത്തിക്കാൻ 4%, ലെവൽ 1-ൽ 14% മാറും, ലെവൽ 2-ൽ 7% മാറും, ലെവൽ 3, 4, 5-ൽ 6% മാറും, 6, 7, 8-ൽ 5% മാറും, 9, 10-ൽ 4% മാറും. പെർസെന്റേജ് അങ്ങോട്ട് കൂടുകയാണ്. കൃത്യമായിട്ട് നെറ്റ്വർക്കിന്റെ സ്ട്രക്ചർ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നും. കാരണം 10ാമത്തെ ലെവലിലൊക്കെ 4% എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഇൻകം ആണത്. ചെറിയ ഇൻകം ഒന്നുമല്ല, വലിയൊരു ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ. ഈ അവസ്ഥ അത് 16% വരെ കൂട്ടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് റാങ്കിന്റെ ഗുണം. അതാണ് റാങ്ക് ക്വാളിഫൈ ചെയ്യാനോ വളരെ ഈസിയാണ്. നമ്മൾ നിൽക്കുന്ന ബേസ് ക്രൈറ്റീരിയ $100 ഐഡി, 5 ഡയറക്റ്റ് റെഫറൽ, $500 ബിസിനസ്. ഈ ലെവലിൽ നിൽക്കുമ്പോൾ ടീം ടേൺ ഓവർ ആയിട്ട് $5000 എത്തിയാൽ മതി. അത് ഡയറക്റ്റ് റെഫറിലൂടെ ആകാം, സിംഗിൾ ലൈനിലൂടെ ആകാം, എത്ര ഡെപ്തിലുള്ള ബിസിനസ്സും ആകാം. ടീം വോളിയം $5000 എത്തുന്നു, അപ്പൊ അദ്ദേഹം സിൽവർ ആയി. 4% എക്സ്ട്രാ ഇൻകം കിട്ടും. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 11ാമത്തെ ലെവൽ മുതൽ ഏത് ലെവലിൽ നിന്ന് കിട്ടും. ആദ്യത്തെ 10 ലെവലിൽ 4% കൂടുകയും ചെയ്യും. ഗോൾഡ് റാങ്ക് എത്തുമ്പോൾ 2 സിൽവർ ഇൻ ഡിഫറെന്റ് ലെഗ്, $25,000 ബിസിനസ് 8%ലേക്ക് അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. അവിടെ ഗോൾഡ് ആകാൻ 2 ലെഗിൽ ഓരോ സിൽവർ ഉണ്ട്. സിൽവറിന് താഴെ നടക്കുന്ന ബിസിനസ് എന്നാണെങ്കിൽ 4% സിൽവർക്കും 4% ഗോൾഡിനും. ഇനി സെയിം റാങ്ക് വന്നാലോ ആ ലൈനിൽ നിന്ന് ഇൻകം കിട്ടത്തില്ല. ഇപ്പൊ 2 സിൽവറും ഗോൾഡ് ആയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും 8% അവർക്ക് പോകും, നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എമറാൾഡിലേക്ക് മാറണം. സിമ്പിൾ. എമറാൾഡിലേക്ക് മാറാൻ എന്താണ്? 2 ലെഗിൽ ഗോൾഡ്, ഒരു ലെഗിലോട് ഗോൾഡ് ആയി, അടുത്ത ലെഗിലോട് ഗോൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, $1,00,000 ബിസിനസ് ഉണ്ടാക്കുന്നു. കഴിഞ്ഞു, എമറാൾഡായി. 12%ലേക്ക് നമ്മുടെ ഇൻകം മാറും. അപ്പൊ ആ ഗോൾഡൻ ലെഗിൽ നിന്ന് എന്ത് കിട്ടും? 4% എക്സ്ട്രാ വീണ്ടും കിട്ടും. അതല്ലാത്ത ലെഗിൽ നിന്നോ 12% ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഫസ്റ്റ് ലെവലിലോ 22% കിട്ടും. കേട്ടോ, ഒരു റാങ്ക് ക്വാളിഫൈ ചെയ്തപ്പോഴത്തേക്കും ഇൻകം പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ടാണ് നമുക്ക് മാറാൻ പോകുന്നത്. 10ാമത്തെ ലെവലിൽ എൻട്രി നടന്നാലും അതിൽ നിന്ന് നമുക്ക് ഇൻകം കയറുന്ന സാഹചര്യം. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ 2 എമറാൾഡും $5,00,000 ബിസിനസ്സുമാണ്. സോ ബിസിനസ് വരുന്ന എല്ലാവരുടെയും ഫോക്കസ് എങ്ങനെ $5,00,000 ബിസിനസ് ചെയ്യാം എന്നായിരിക്കണം. $5,00,000 ബിസിനസ് ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ ഇടാൻ തയ്യാറാണെങ്കിൽ, അതിൽ 4.5 കോടി ഇന്ത്യൻ രൂപയുടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഈ ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ് സിസ്റ്റത്തിൽ കാത്തിരിക്കുന്നത്. ഒരിക്കലും ബ്രേക്ക് ആകാത്ത ഒരു സിസ്റ്റമാണ്. കാരണം 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു തരത്തിലും ഒരു വീഴ്ച ഈ സിസ്റ്റത്തിന് വരാനില്ല. ഏതൊക്കെ ഇൻകം ഓഫറുകൾ ഉണ്ടോ അതിന് കൃത്യമായ സയൻസ്, കൃത്യമായ ഫണ്ട് ഡിവിഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ടോപ്പ് ആൻഡ് മാർക്കറ്റ് പ്ലേസ് ഈ മാസം 18, 19, 20, 17, 18, 19, 20, 21 തീയതികളിലായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഓപ്പൺ ആയി വരാൻ പോകുന്നത്. ഇതർ 17-ാം തീയതി ആകാം, അല്ലെങ്കിൽ 21-ാം തീയതിക്കുള്ളിൽ ഏത് ദിവസവും ആകാം. ഇത് സംഭവിച്ചാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഫെഡറേഷനിലുള്ള മൂവ്മെന്റ് കൂടാതെ ടോവയിലുള്ള ടേൺ ഓവറിന്റെ 20% ലിക്വിഡിറ്റി കയറുന്ന പ്രോസസ്, മാർക്കറ്റ് പ്ലേസിലെ സർവീസ് ചാർജിൽ നിന്ന് 20 മുതൽ 25% ലിക്വിഡിറ്റി കയറുന്ന പ്രോസസ്. സോ ലിക്വിഡിറ്റി കയറും, അത് ജമ്പ് ആകും, തർക്കമില്ല. ഇപ്പോ 0.240662 ആണ്, 0.240462.
ഇന്ന് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് $1.2 ആയിരിക്കും. കാരണം ടെതറോഷിന്റെ പ്രൈസിന്റെ 5 ഇരട്ടിയാണ് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ്. ഈ സമയത്ത് ടോവയിൽ ഒരു $20,000 ബിസിനസ് നടന്നു. $20,000 ബിസിനസ് എന്ന് വെച്ചാൽ ഒരു $1,000 വെച്ച് 20 രൂപ ബൈ ചെയ്താൽ മതി, $20,000 ബിസിനസ് ആയി. അതിന്റെ 20% $4,000 ലിക്വിഡിറ്റി കയറും. അപ്പൊ ലിക്വിഡിറ്റി 67,000 എന്നുള്ള 71,000 മാറും. കോയിന്റെ എണ്ണത്തിൽ അവിടെ മാറ്റം ഉണ്ടാക്കില്ല. കാരണം ടെതറോഷനിൽ ബൈയും സെല്ലും നടന്നാൽ മാത്രമേ കോയിന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകൂ. ഇവിടെ ടോവ പ്ലാറ്റ്ഫോമിലാണ് ബൈ നടന്നത്. അതിന് ടേൺ ഓവർ ലിക്വിഡിറ്റി കയറുന്ന പ്രോസസ് മാത്രമേ ഉള്ളൂ. സോ സെയിം കോയിൻ നമ്പറിലേക്കാണ് ലിക്വിഡിറ്റി വർദ്ധിച്ചിരിക്കുന്നത്. സോ 0.24 നിന്ന് 0.254 പ്രൈസ് ജമ്പായി. മാർക്കറ്റ് പ്ലേസിൽ 1.2 നിന്ന് 1.27 പ്രൈസ് ജമ്പായി. ഈ സമയത്ത് ടെതറോഷനുള്ള ആർക്കൊക്കെയോ കോയിന്റെ വാല്യൂ കൂടിയപ്പോ ഒരു 2000 കോയിൻ സെല് ചെയ്തു. അപ്പൊ കോയിന്റെ എണ്ണം കുറഞ്ഞു, ലിക്വിഡിറ്റി കുറഞ്ഞു, പക്ഷെ പ്രൈസ് കയറി. 0.2546 0.2448 ആയി മാറി. മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് മാറി, 0.274 ആയി മാറി. ആ സമയത്ത് ആരും ബൈ ചെയ്തു, ടെതറോഷനിൽ ബൈ ചെയ്തു. അപ്പൊ വീണ്ടും ലിക്വിഡിറ്റി കൂടി, പുതിയ കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, കോയിന്റെ എണ്ണം കൂടി, ബൈ പ്രൈസ് മാറി 0.2559493. ലിക്വിഡിറ്റിയിലും മാർക്കറ്റ് പ്രൈസിലെ പ്രൈസ് മാറി, 0.277 ആയി മാറി. അപ്പോ ആരോ ഒരു ടോവയിൽ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു $4,000 ലിക്വിഡിറ്റി വീണ്ടും കയറി, $76,000 ആയിട്ട് ലിക്വിഡിറ്റി മാറി. 0.2696 എന്ന പ്രൈസിലേക്ക് ബൈ പ്രൈസ് മാറി. 1.348 എന്ന പ്രൈസിലേക്ക് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസും മാറി. ആ ഒരു ഘട്ടത്തിൽ 3,500 യൂണിറ്റ്സ് സെല് ചെയ്താൽ $943 അയാൾക്ക് തിരിച്ചു കിട്ടുക. നോക്കൂ, 843 നിന്ന് 943 $100 ഒരു 4 ട്രാൻസാക്ഷൻ പ്രോപ്പറായിട്ട് മാർക്കറ്റ് പ്ലേസ് ഓപ്പണിന് ശേഷം നടക്കുമ്പോൾ ടെതറോഷൻ മെമ്പർക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ലോഞ്ചിങ്ങിന് ശേഷം വരാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടെങ്കിൽ വലിയ അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാം. ഒരുപക്ഷെ $20 സ്റ്റാർട്ട് ചെയ്താൽ പോലും അച്ചീവ്മെന്റിലേക്ക് എത്താം. $20 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 പേരെ $20 സ്പോൺസർ ചെയ്യുക. എല്ലാവരും ഒരു $1,000 കൊണ്ട് ബൈ ചെയ്ത് ഒരു $1,100 സെല് ചെയ്യുന്ന രൂപത്തിൽ ട്രേഡ് ചെയ്യുക. അവിടെ ബൈ ചെയ്യുന്ന സമയത്ത് 1% സർവീസ് ചാർജ് $10 കൊടുത്തു. സെല് ചെയ്യുന്ന സമയത്ത് 3% സർവീസ് ചാർജ് $33 കൊടുത്തു. കാരണം വാങ്ങിയത് $1,000 $1,000 1%. വിറ്റത് $1,100 $1,100 3%. സോ $43 സർവീസ് ചാർജ് കൊടുത്തു. ഇവിടെ ലാഭം $100 ഉള്ളൂ. അതിൽ നിന്ന് 43 കൊടുത്താൽ ബാക്കി $57 പ്രോഫിറ്റ് എടുത്തു. പക്ഷെ ID വാല്യൂ $63 ആയി മാറി. കാരണം ഈ കൊടുത്ത സർവീസ് ചാർജ് ID വാല്യൂവിൽ സിസ്റ്റം ആഡ് ചെയ്യും. സോ 43 പ്ലസ് 20 $63 ആയി. സോ ഇവിടെ 5 പേര് സെയിം പ്രോസസ് ചെയ്താൽ $300 ടീം ടേൺ ഓവർ ആയി. കണ്ടോ, 5 ഡയറക്ട് റെഫറലുണ്ട്, $250 ബിസിനസ് ആയി, $50 മേലെ ID ആയി. നമ്മുടെ റാങ്ക് 5 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. അപ്പൊ സെക്കൻഡ് ട്രേഡ് ചെയ്താലോ? അപ്പൊ $100 മേലെ പോയി, 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. അപ്പൊ അങ്ങനത്തെ ഒരു 10 ട്രേഡ് ചെയ്താലോ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. കാരണം ഈ സിസ്റ്റം പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ വളരെ എളുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ചൊവ്വ ആൻഡ് മാർക്കറ്റ് പ്ലേസ് നമ്മളിലേക്ക് ഓപ്പൺ ആയി വരാൻ പോകുന്നത്. അപ്പൊ ഇനി സ്പീഡ് കൂടാൻ പോവുകയാണ്. ആ സ്പീഡിന്റെ ഇമ്പാക്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ $1,000 വാങ്ങി $1,100 വിൽക്കുന്ന സ്റ്റോറി ജസ്റ്റ് കണ്ടു, ഒരു കാൽക്കുലേഷൻ കണ്ടു. പക്ഷെ അത് പോസിബിൾ ആണോ? ഹൗ ഇസ് പോസിബിൾ? നമുക്കൊരു പോസിബിലിറ്റി ചെക്ക് ചെയ്താലോ? 0.240462 ആണ് ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ടെതറോഷൻ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എങ്കിൽ ഇന്ന് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് $1.2 ആയിരിക്കും. അത് പ്രകാരം $1,000 വാങ്ങിയാൽ 833.33 ടോവ യൂണിറ്റ്സ് നമുക്ക് കിട്ടും. ടെതറോഷൻ വിർച്വൽ അസറ്റ് യൂണിറ്റ്സ്. ആ പ്രൈസ് 0.264 ആയിട്ട് മാറുന്നു. നമ്മൾ കണ്ടു 0.264 ആയി മാറാൻ 4 ട്രാൻസാക്ഷനെ നമ്മൾ കാൽക്കുലേഷനിൽ കാണിച്ചുള്ളൂ. ഒരു $4,000 കയറി, ഒരു 2,000 കോയിൻ വിറ്റു, ഒരു $1,000 ബൈ ചെയ്തു, $4,000 കയറി, അപ്പോഴത്തേക്കും 0.264 ആയി. എങ്കിൽ $1.32 മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് എത്തും. ഈ 833.33 യൂണിറ്റ്സ് 1.32 സെല് ചെയ്താൽ $1,100 കിട്ടും. സോ $1,000 വാങ്ങി 1,100 വാങ്ങാൻ എന്ത് വേണം? 0.24 0.26 ആവണം. അതിനെന്ത് വേണം? ലിക്വിഡിറ്റി കയറിയാൽ മതി. ലിക്വിഡിറ്റി കയറാൻ എന്ത് വേണം? ബൈ നടന്നാൽ മതി, സെല്ല് നടന്നാൽ മതി, ടെതറോഷൻ ടേൺ ഓവർ നടന്നാൽ മതി, മാർക്കറ്റ് പ്ലേസിൽ ടേൺ ഓവർ നടന്നാൽ മതി. എങ്ങനെയും പ്രൈസ് മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സിസ്റ്റത്തിലും പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. സോ ഒന്ന് ആലോചിച്ച് നോക്കുക,
ഇപ്പൊ സിസ്റ്റത്തിൽ ടോട്ടൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാലറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1700 മേലെയാണ്. ഞാൻ റൗണ്ട് ഫിഗർ 1700 എടുക്കുകയാണ്. ഒരാൾ ഈ പറഞ്ഞ ട്രേഡ് ചെയ്തപ്പോ $43 സർവീസ് ചാർജ് കൊടുക്കുന്നു എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എങ്കിൽ ഒരു 10 ട്രേഡ് ഒരു മാസം നടന്നാൽ ഇത്തരത്തിൽ $43 സർവീസ് ചാർജ് കൊടുക്കുന്ന 10 ട്രേഡ് ഒരു മാസം നടന്നാൽ $430 ഒരാളിൽ നിന്ന് സർവീസ് ചാർജ് കിട്ടും. എങ്കിൽ 1700 ആളുകളിൽ നിന്ന് കിട്ടുന്ന സർവീസ് ചാർജ് $7,31,000. അതിൽ 20% $1,46,200 ലിക്വിഡിറ്റിയിൽ കയറും. നോക്കൂ, പ്രസന്റ് ലിക്വിഡിറ്റിയുടെ കൂടെ $1,46,200 കയറിയാൽ $2,22,230 ആയിട്ട് ലിക്വിഡിറ്റി മാറും. പ്രൈസ് വന്നിട്ട് 0.26 0.788 മാറും. മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് $1.34 എന്നുള്ളത് $3.94 ആയിട്ട് മാറും. ആ സമയത്ത് 3500 യൂണിറ്റ് സെല്ല് ചെയ്യുന്ന ഒരാൾ ആ സമയത്താണ് സെല്ല് എങ്കിൽ കിട്ടുന്നത് $2,758 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇവിടെ സംഭവിച്ചത്? മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രൈസ് ജമ്പ് ആവാൻ തുടങ്ങി. ചതുരോഷൻ മെമ്പർക്ക് അവരുടെ കയ്യിലുള്ള യൂണിറ്റിന്റെ വില കയറുന്ന പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഇതുപോലെ സംഭവിക്കുന്ന പ്രോസസ് ആണെങ്കിൽ നഷ്ടങ്ങളിൽ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന, ഒരുപാട് ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ചാറ്റൽ മഴയുടെ നീരുറവ് പോലെ വളരെ മനോഹരമായ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, വളരെ റിലാക്സ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു ക്യാൻഡിലും നോക്കാതെ, ഒരു ന്യൂസും നോക്കാതെ, ഇന്ത്യൻ ബോർഡറിൽ ചൈനീസ് ആർമി വന്നോ എന്നുള്ളത് ടെൻഷൻ അടുപ്പിക്കാതെ, അമേരിക്കയിൽ ആരും പ്രസിഡന്റ് ആയി എന്നുള്ളത് ടെൻഷൻ അടുപ്പിക്കാതെ, ഒരു ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് കൊളാപ്സ് ആകുന്ന സാഹചര്യങ്ങളെല്ലാം ഓവർകം ചെയ്ത് അത്തരം മാർക്കറ്റ് പൊളിറ്റിക്സിനൊന്നും ഇട കൊടുക്കാത്ത ഒരു മാർക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് ഓപ്പൺ ആയി വരാൻ പോവുകയാണ്. അത് $20 വെച്ച് ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് ഒരു $100 വെച്ച് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കി. വരുന്ന എല്ലാവരും $100 രജിസ്ട്രേഷൻ നടത്തുന്നത്. പ്രിവിലേജ് കസ്റ്റമർ ആയിട്ട് മാറുന്നു. അവർക്ക് പൂൾ ഇൻകം കിട്ടണം. അവർക്ക് കിട്ടുന്ന യൂണിറ്റിലൂടെ $200, അങ്ങനെ മൊത്തം $300 എടുക്കാൻ പറ്റണം. അതിലുപരി $100 5 പേരെ സ്പോൺസർ ചെയ്യുമ്പോഴത്തേക്കും 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ഏൺ ചെയ്യണം. കാരണം ലെവൽ ഇൻകം ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫോക്കസിൽ വരുന്നവരെല്ലാം $100 വരുന്നു, 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. 5 പേര് $100 വരുന്നു, 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. 5 പേര് $100 വരുന്നു, 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. സെയിം സിമ്പിൾ സെനാരിയോ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഫസ്റ്റ് ലെവലിൽ 5 എൻട്രി നടന്ന 10% പേ ഔട്ട് $50 ഇൻകം കിട്ടും. സെക്കൻഡ് ലെവലിൽ 25 എൻട്രി ആണ് വരിക. $2,500 ബിസിനസ് നടക്കും. 3% $75 ഇൻകം കിട്ടും. മൂന്നാമത്തെ ലെവലിൽ ആ 25 പേരിൽ 4 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും $2,000 ബിസിനസ് നടക്കും. അപ്പൊ 2000, 2500, 500, $5,000 ബിസിനസ് ആയി. നമ്മൾ സിൽവർ റാങ്ക് ആയി. ബാക്കിയുള്ള 21 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ലെവൽ ഇൻകം മാത്രമല്ല സിൽവർ റാങ്ക് ബോണസ് കൂടെ കിട്ടും. സോ സംതിങ് ഡിഫറെന്റ് ആയിട്ട് ഈ സിസ്റ്റം ഓൾറെഡി വച്ചിട്ടുണ്ട്. സംതിങ് ഡിഫറെന്റ് ആയിട്ട് വച്ചിരിക്കുന്ന ഈ സിസ്റ്റത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈ സിസ്റ്റം ഞാൻ ഈ പറയുന്നത് പോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ മൂന്നാമത്തെ ലെവൽ സിൽവർ റാങ്കാം, 4ാമത്തെ ലെവൽ ഗോൾഡ് റാങ്കാം, 5ാമത്തെ ലെവലിൽ എമറാൾഡ്, 6ാമത്തെ ലെവലിൽ ഡയമണ്ട് ആണ്. 7, 8, 9, 10 ലെവലിൽ വരുമ്പോൾ ടീമിൽ ഡയമണ്ടുകളുടെ ഒരു ബഹളമായിരിക്കും. ഈ പ്രോസസ് ജസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടി മാത്രം കൊടുക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റീബൈ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ട്രേഡ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന്റെ കാൽക്കുലേഷൻസ്, അതിന്റെ ഇൻകം സ്ട്രക്ചർ, അതൊന്നും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഒരു 10 ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 58,43,84,362 രൂപ 50 പൈസ വരുമാനം ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. മതിയോ സുഹൃത്തുക്കൾ? ഒരു 58 കോടി രൂപയൊക്കെ സമ്പാദിച്ചാൽ മതിയോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാർ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, പിന്നെ സാറേ ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് സാറേ, ഇതൊന്നും നടപടിയാവാൻ പോകുന്നില്ല. ആ മൈൻഡ് സെറ്റോടുകൂടി സമീപിച്ചാൽ ലോകത്തൊന്നും നടപടിയാൻ പോകുന്നില്ല. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. പൈസ ഉണ്ടാക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവന്റെ മൈൻഡ് സെറ്റ് വേണം. ഒരു ബിസിനസ്സുകാരൻ ഇപ്പോ റമദാൻ സീസൺ ആണ്, ടെക്സ്റ്റൈൽ ഷോപ്പുകളെല്ലാം തന്നെ അടിമുടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനു വേണ്ടിയാ? ഇതൊരു സീസൺ ആണ്. ആ സീസണിൽ ബിസിനസ് എടുക്കണം. പലതരം ഓഫർ അവരിടും.
ഒരെണ്ണം വാങ്ങിയ 3 എണ്ണം കിട്ടുന്ന ഓഫർ, 50% ഓഫർ, 75% ഓഫർ, ഡിസ്കൗണ്ട് ഓഫർ, ഫാമിലി ഓഫർ, പലതരം ഓഫർ ഇടും. എന്തിനു വേണ്ടിയിട്ടാ? ബിസിനസ് ഉണ്ടാക്കാൻ. ബിസിനസ്സുകാരന്റെ മൈൻഡ് എപ്പോഴും ബിസിനസ് തന്നെയായിരിക്കും. ഒരെണ്ണം എടുത്ത് 2 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവന് നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. അവന്റെ പ്രൈസ് അതനുസരിച്ച് അവൻ മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവിടെ ബിസിനസ് വോളിയം ഇല്ലാതെ ലോകത്ത് ഒരു ഇൻഡസ്ട്രിയിലും ആർക്കും ഒരു ലാഭവും കിട്ടില്ല. ബിസിനസ് വോളിയം ഉണ്ടാകണമെങ്കിൽ കമ്മ്യൂണിറ്റി വന്നേ പറ്റൂ, സമൂഹം വന്നേ പറ്റൂ. സമൂഹം വരുത്താനുള്ള മാർഗത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രം 58 കോടി രൂപ സമ്പാദിക്കാമെങ്കിൽ ആ സമൂഹം മുഴുവൻ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഇൻകത്തിന്റെ പൊട്ടൻഷ്യൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൈകോർക്കാൻ പറ്റുമോ ഇല്ലയോ? വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്, അത് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. www.chetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ആർക്കും ഈ സൈറ്റിനെ കുറിച്ച് പരിശോധിക്കാം. ആ സൈറ്റിൽ എന്റെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് BSc സ്കാനിൽ പോയി ഈ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സിൽ 2024 മാർച്ച് 20 മുതൽ ഇന്ന് വരെ നടന്ന കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും അനലൈസ് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടിരിക്കുന്ന ബാലൻസ് അവിടെ ഉണ്ട്, ആ എമൗണ്ട് വന്നിരിക്കുന്നത് കൃത്യമാണോ, ഏതെങ്കിലും മാനിപ്പുലേഷൻ ആണോ, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ സിസ്റ്റത്തിന്റെ ജെനുവിനിറ്റി ബോധ്യപ്പെട്ടാൽ, ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കാൻ സാധിച്ചാൽ the universe will discuss വുഡ ടെക്നോളജി ടുമോറോ. ഇന്ന് ലോകത്ത് വുഡ ഒരു ടെക്നോളജി, ആ സെഗ്മെന്റ് ഇതൊന്നും ചർച്ചയല്ല, വന്നിട്ടേ ഉള്ളൂ. കേവലം ഒരു 1700 ആൾക്കാരുടെ കയ്യിൽ കിട്ടിയ ഒരു സബ്ജക്ട്. അതിൽ തന്നെ വിരലിലുണ്ടാവുന്ന ആൾക്കാരെന്ന് ഞാൻ പറയൂ. അത്രയും ആൾക്കാർ മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ. ഇതെന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അളവിലേക്ക് പോലും അധികം ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സാധ്യത മനസ്സിലാക്കി പുറകെ അണികളായി വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോ. അത് 1700ഓളം ആൾക്കാരിലേ എത്തിയിട്ടുള്ളൂ. അതും 1700ഓളം വാലറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത് വ്യക്തികളായിട്ട് എടുത്താൽ 1700 ഉണ്ടാകണമെന്നില്ല. വേൾഡ് പോപ്പുലേഷൻ ഒന്ന് അസസ് ചെയ്ത് നോക്കുമ്പോ എത്ര വലിയ സാധ്യതയാണ് ദി യൂണിവേഴ്സ് വിൽ ഡിസ്കസ് വുഡ ടെക്നോളജി എന്ന ടേംസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇമാജിൻ ചെയ്യുന്നത് 2009 ബിറ്റ്കോയിൻ വരുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി എന്നൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നില്ല. ആ സെഗ്മെന്റിനെ കുറിച്ച് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 ചർച്ച ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ എത്രമാത്രം ഗ്രോത്തിൽ കൊണ്ടുവന്നു, എത്ര പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വുഡ ടെക്നോളജി ഒരു ചർച്ചയുമല്ലാത്ത ഈ സമയത്ത്, അത് തുടങ്ങി കേവലം 11 മാസം എത്തിയ സമയത്ത് 2305% ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മളെപ്പോലുള്ള ഓരോ ആൾക്കാരും മുന്നിട്ടിറങ്ങിയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വിപ്ലവം എത്രമാത്രം വലുതായിരിക്കും. അതിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി വരാൻ പോകുന്ന USDT അളവ് എത്രമാത്രമായിരിക്കും. ആ വലിപ്പം മനസ്സിലാക്കി ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഹാളിലുള്ള എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ചുരുങ്ങിയ സമയം നമുക്കൊരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. സോ മൈക്ക് ഓപ്പൺ ചെയ്ത് ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ അതിനെല്ലാം വേദിയായിട്ട് ഇത് ഉപയോഗിക്കാം. സോ അതിനുള്ള വേദി ഞാൻ ഓപ്പൺ ആക്കി തരുന്നു. ഈ മീറ്റിംഗ് ഹാളിൽ ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കേണ്ടതാണ്. സിസ്റ്റത്തിന്റെ ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കേണ്ടതാണ്. അവര് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആർക്കും മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. സിൽവർ റാങ്കർ സിസ്റ്റത്തിൽ ഇപ്പോ ഗോൾഡ് സിൽവർ ലെവലിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി എമറാൾഡ് ഡയമണ്ട് പോലെ റാങ്ക് ഹോൾഡേഴ്സിലേക്ക് സിസ്റ്റം എത്താൻ പോകുന്നുള്ളൂ. അത്രയും ഏർലി സ്റ്റേജിലാണ് സിസ്റ്റം നിൽക്കുന്നത്. സിൽവർ റാങ്കുകാർ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
നമസ്കാരം. അമ്പലത്തിലുണ്ട്, സംസാരിക്കാനുള്ള സാഹചര്യമല്ല. സോറി. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. എൻ്റെ പേര് കുമാർദാസ്, തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്ട് തക്കല സ്വദേശിയാണ്. ഈ ബിസിനസ്സിൽ ഒരു 5 മാസമായി ഞാൻ ബിസിനസ് എടുത്ത ദിവസത്തിൽ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്യാൻ ഒരു 2000 USD മാത്രം തന്നെ ആവശ്യമുണ്ട്. അത് പെട്ടെന്ന് അച്ചീവ് ചെയ്ത് ഗോൾഡ് റാങ്കിലേക്ക് വരാം. നല്ല രീതിയിലെ ബിസിനസ് പല ഭാഗത്തും നല്ല രീതിയിൽ പണിയെടുക്കാറുണ്ട്. ഇത് നമ്മൾ പാഷനായിട്ട് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് ഏതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഇപ്പോൾ സിസ്റ്റം നമുക്ക് ഒരു നല്ലൊരു സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. സിസ്റ്റം ടെൻഷൻ ഇല്ല. എത്ര 100 കൊല്ലമായാലും സിസ്റ്റം ടെൻഷൻ ആവില്ല. അതിന്റെ പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഈടുപെടുന്ന ഒവ്വൊരു വ്യക്തിക്കും ഏതൊരു ടെൻഷനും ഉണ്ടാവില്ല. കൂടാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വമ്പൻ സാമ്പത്ത് ഉണ്ടാക്കാനുള്ള രീതിയിൽ ഇതിന്റെ എല്ലാ പ്രോജക്റ്റുകളും, അത് പോർട്ടൽ പ്രോജക്റ്റ് ആയാലും ശരി, റിസർവേഷൻ ആയിരുന്നാലും ശരി, എല്ലാ പ്രോജക്റ്റും നമുക്ക് ഒരു വമ്പം സാമ്പത്തികം, എന്നാ 1-2 കോടിയല്ല, പല 100 കോടി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സിസ്റ്റം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിസ്റ്റം മാസ്റ്റർ ബ്രെയിൻ അവർക്ക് താങ്ക്സ് പറയണം, ദൈവത്തിന് താങ്ക്സ് പറയണം. കൂടാതെ ഇത് നല്ല രീതിയിൽ എടുത്ത് നല്ല ഹെൽപ്പ് ചെയ്തുകൊണ്ട് മെന്ററായി എൻ്റെ ടീമിൽ ഇരിക്കുന്ന അവർ ടീം ലീഡർ മിസ്റ്റർ മജീദ് സാറിനും നന്ദി പറയണം. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ചുരുങ്ങിയ വാർത്തകളെ അവസാനിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സോ ആർക്കും ഒന്നും സംസാരിക്കാനില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് തമിഴ് സൂം ആണ്. തമിഴ് സൂമിലേക്ക് നമ്മളെല്ലാവരുടെയും പ്രസൻസ് കൊണ്ടുവരിക. നമ്മുടെ പരിചയമുള്ള ബിജു കെ സാർ, നമ്മളുടെ ഞാനിതിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഗൂഗിൾ മീറ്റൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാനിതിൽ പാർട്ട് മെമ്പറാണ്. ഞാൻ ഒരു 1 ലാഖിൻ്റെ ബിസിനസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ. അപ്പോൾ അവർ പറയണത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത്, ഞാനിപ്പോൾ ഓൾറെഡി 4 ഗൂഗിൾ മീറ്റ് മറ്റേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 4 5. അപ്പൊ ഞാൻ പറഞ്ഞ പ്രൊമോട്ടേഴ്സ് ആണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ തന്നെ ക്ലോസ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കിവിടെ ഒരു കരാട്ടെ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അവര് ചിലരൊക്കെ ഇങ്ങനെ ആടി നിൽപ്പുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു കോൺഫിഡന്റ് അല്ല. എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ പ്രൊമോട്ടർ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ച ഒരു ഇത്, നമ്മളുടെ ഗൂഗിൾ മീറ്റിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? തീർച്ചയായും അവർ വരാറുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് പ്ലേസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് മാത്രമാണ് വരാത്തത്. അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗിലും അവർ ഉണ്ടാവാറുണ്ട്. അവർ ലൈവായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ തമിഴ് സൂമിലെല്ലാം അവരുണ്ടായിരുന്നല്ലോ. മാർക്കറ്റ് പ്ലേസ് നമുക്ക് ഇപ്പോൾ ഓപ്പണായി വരുന്നതിനുള്ള ഒരു ഭഗീരഥമായ പ്രയത്നം അവരുടെ ഭാഗത്തു നിന്ന് അതിന്റെ ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളും അതിന്റെ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മീറ്റിംഗിലേക്ക് അവർ വരാൻ പറ്റാത്തത്. ഓക്കെ, അവർ ലൈവാണ്. ഞങ്ങളുടെയാണ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. മാറി നിൽക്കുന്നവരല്ല. ഓക്കെ, ഏതായാലും ഫ്രണ്ട്സിന് ആശങ്കകളെല്ലാം തീരും. വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പ്രൊമോട്ടേഴ്സിനെ ഞാൻ ട്രിവാൻഡ്രമാണ് വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അവരുടെ നമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്പോൺസറുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അവരോട് അവരുടെ ടൈം എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, വെൽക്കം.
സോ നാളത്തെ തമിഴ് സൂമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രസൻസ് 100% തമിഴ് സൂമിലും കാണിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എത്തണം. കുഡ എന്ന ടെക്നോളജി ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോടികൾ സമ്പാദിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വിഷ്വൽ സക്സസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ്. താങ്ക് യു സർ.